ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ബീച്ച് ചാവക്കാടാണ് കേട്ടോ. നമ്മൾ പോവാറുള്ളതും അവിടേക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരത്തേക്കുള്ള ഒരു ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. അവിടെ ബീച്ച് മാത്രമല്ല, ഹാർബർ ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ മീനൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് മീനൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് പൊന്നാനിക്കാണ്. പൊന്നാനി ഹാർബർ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്താണ് പറഞ്ഞത് അവിടെ പോയി കാണാൻ നല്ല രസമാണ്, അവിടെ ഹൈവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ബോട്ടൊക്കെ കാണാം. അപ്പോൾ അതേ ഒരാൾ വൈബ് അടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ കൊണ്ടുവച്ചു അങ്ങോട്ട് നടന്ന് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹാർബറൊക്കെ കാണുന്നത്. ഞാൻ ചാവക്കാട് കടയിൽ പോയിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും അവിടേക്കാണ്. പിന്നെ ഒരു പ്രാവശ്യം കൊടുങ്ങല്ലൂർ പോയിട്ട് കുറച്ചും കൂടി ദൂരം പോകണം കേട്ടോ. അവിടെ ഞാനൊരു കടൽ കണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതായത് ബോട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ മീനിപ്പോൾ കൊണ്ടുവന്നോ പോയോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞത് അവർ മീനും കൊണ്ട് വന്നതാണ്, ഇനി വൈകുന്നേരം ആവും പോകുന്നുണ്ടാവുക, മീൻ കൊണ്ട് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട്. കാലത്ത് ഒരു 5:30 ആകുമ്പോഴാണ് മീൻ കൊണ്ട് വന്നതെന്നാണ് പറഞ്ഞത്. മീൻ കൊണ്ടുവരുന്നത് കാണണമെങ്കിലും ആ ഒരു സമയത്ത് വരണം എന്ന് പറഞ്ഞു. പുലർച്ചെ സമയത്തൊന്നും ഒരിക്കലും നമുക്കത് പോയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ പരുന്തുകളൊക്കെ പറക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഐസ് വണ്ടി വന്നിട്ട് അവർ ഐസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയിട്ട് അത് കണ്ടു കേട്ടോ. നമ്മളങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതാ ഒരു ബോട്ട് കിടക്കുന്നുണ്ട് അവിടെ. അത് അക്കരയ്ക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ബോട്ടാണ്. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പൈസ കൈപിടിച്ചിട്ടൊന്നല്ല പോയിട്ടുണ്ടായിരുന്നു, ചുമ്മാ കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ കയറാൻ എത്ര രൂപയാവുമെന്ന് നമുക്കറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെള്ളം പേടിയായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പക്ഷെ അവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞു ഒരാൾക്ക് 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് അക്കരെ പോയിട്ട് അവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൽ പോയിട്ട് ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു അയ്യോ പോവായിരുന്നു കേട്ടാന്ന്. പിന്നെ എനിക്ക് വെള്ളം പേടിയായ കാരണം ഞാൻ വലിയ നിർബന്ധം പിടിക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോവാം, നമുക്ക് കുറച്ച് നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റും എന്ന്. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. ഇനി നമ്മൾ ഒത്തിരി കിലോമീറ്റർ ഉണ്ട്, ഒരു 100 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. അപ്പോൾ ബോട്ടിലെ ചേട്ടന്മാർ വൈകിട്ട് ഇനി ബോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ച് പോവുകയാണ്. പിന്നെ നമ്മൾ പോയത് ഹൈവേ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹൈവേയുടെ സൈഡിൽ കൂടെ പുഴ പോകുന്നുണ്ട്. അതാണ് അവിടെ കാണാനുള്ള ഒരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ച. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പുഴ ഇങ്ങനെ സൈഡിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഞായറാഴ്ച ദിവസമൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ ഉണ്ടാവുക. അവരിതുകൂടെ നടന്നിട്ടാണ് ഇത്ര പോവുക, നടന്നിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ഈ പുഴ, ഈ റോഡിൻ്റെ സൈഡ് ഈ പുഴ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്താണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആൾ പറയുമ്പോൾ പോലും നമ്മൾ ഇത്രയും ഭംഗി ഉണ്ടാവും കാണാനായിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതുകൂടെയൊക്കെ ആൾക്കാർ നടന്ന് പോവാത്ര ചെയ്യുക, ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ച് നടന്ന് പോവാണ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഒരു 4 മണിക്ക് ശേഷമാണ് ബോട്ടിങ്. ഒരുപാട് ബോട്ടുകൾ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഓരോന്നിലും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോവാന്നാണ് അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക അങ്ങനെ അവിടെ ഇരിക്കണൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അവിടെ വെള്ളം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം വണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിയുടെ മുകളിൽ പോകാൻ നല്ല രസമാണ്. നമ്മൾക്ക് ഒരു 7 കിലോമീറ്ററോളം നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സമയവും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് നമ്മൾ വണ്ടിയുടെ മുകളിൽ പോകുമ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് പോവാണ് കേട്ടോ ചെയ്തത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഓരോന്ന് കാണുമ്പോഴും വണ്ടി ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി വീഡിയോ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു 7 കിലോമീറ്ററോളം അത് പോയി. അതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നു. എന്നിട്ട് നമ്മൾ പിന്നെ പോയത് പൊന്നാനി ബീച്ച് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ ചാവക്കാട് ബീച്ച് പോലെയല്ല. ചാവക്കാട് ബീച്ചിൻ്റെ തീരത്ത് കല്ലും കാര്യങ്ങളൊന്നും കെട്ടിവെച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിന് മുകളിൽ വന്ന് തിരയടിക്കണ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതന്നെ നോക്കിയിട്ട് അവിടെ നിന്നു. പിന്നെ നമ്മൾ എവിടെ പോയാലും വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്ത കാരണം കൊണ്ട് അതൊക്കെ നന്നായി കണ്ട് ആസ്വദിക്കാൻ പറ്റി. വെയിലായിരുന്നു. അത് കാരണം കൊണ്ടിട്ട് മഴ സമയത്ത് ബീച്ചിലൊക്കെ പോകുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴയ്ക്ക് അനുസരിച്ച് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ആപത്ത് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ചു. വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തേക്ക് ഒരുപാട് ഇറങ്ങിപ്പോയിട്ട് ഒന്നുമല്ല കേട്ടോ. എനിക്ക് നീന്താൻ അറിയില്ല. അത് കാരണം കൊണ്ട് എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ്. ഈ വരുന്ന തിര ജസ്റ്റ് കാലിൻ്റെ മുകളിൽ അടിക്കുന്ന രീതിയിലുള്ളൊരു നിൽപ്പ് മാത്രമേ ഞാൻ അവിടെ നിന്നുള്ളൂ. അങ്ങനെ കടൽ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല രസമുള്ള ഒരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ്. എനിക്ക് യാത്ര പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മൾ കാണാത്ത സ്ഥലങ്ങളാണ് വെച്ചെങ്കിൽ കൂടുതലും നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും അവിടെ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആകെപ്പാടുള്ളതൊരു കുഞ്ഞു ജീവിതമാണ്. ആ കുഞ്ഞു ജീവിതത്തിൽ കൂടുതലും വിഷമങ്ങളും വേദനകളും ഒക്കെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോവുക, കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക. അതൊക്കെ തന്നെ നമുക്ക് ഓർത്ത് വെക്കാനുണ്ടാവുള്ളൂ കേട്ടോ. അതല്ലാതെ നമ്മൾ അവർക്കും ഇവർക്കും എന്തെങ്കിലുമൊക്കെ തോന്നുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നിട്ടൊന്നും നമ്മുടെ ലൈഫിൽ നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്ത് ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ അധികം അവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. നമ്മുടെ ചാവക്കാട് ബീച്ചിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്താ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് ഒരു ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അവർ പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ കുറച്ച് നേരം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ ഹാർബർ കാണാൻ പോയതും അതുമാതിരി ബീച്ച് കാണാൻ പോയതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.